Hi. Hello. Hi. So today നമ്മള് ഇന്നുള്ളത് ഡോക്ടർ അനു അഗസ്റ്റിന്റെ വീട്ടിലാണ്. So Dr. Anu, can you tell more about yourself? I'm a professor at Kannur University, Biotechnology Department, and also the founder of Malabar Kombucha. Uh, Maybe you have all heard about kombucha, which is a probiotic drink. So you are a professor and you are behind Malabar Kombucha. So how did that happen? ആക്ച്വലി നമുക്ക് ഒരു നമ്മുടെ ആസ് എ സൊസൈറ്റി നമുക്ക് ഇന്ത്യയിൽ തന്നെ ഒരു ഈ കോളേഴ്സിനെ റിപ്ലേസ് ചെയ്യാൻ ഒരു ഹെൽത്തി ഡ്രിങ്ക് കൊമ്പുച്ച ഇസ് വെരി പോപ്പുലർ ഇൻ ജപ്പാൻ ചൈന ആൻഡ് അതർ കൺട്രീസ് ആസ് വെൽ ബട്ട് ഇറ്റ് ഇസ് യെറ്റ് ടു ബി പോപ്പുലറൈസ്ഡ് ഇൻ കേരള ആൻഡ് ഇന്ത്യ. ഇപ്പോൾ പതുക്കെ പോപ്പുലറായി തുടങ്ങിയിട്ടുണ്ട് എമംഗ് യങ്സ്റ്റേഴ്സ്. പക്ഷെ ഏറ്റവും നമുക്ക് അത്യാവശ്യം ഈ നമ്മുടെ ഈ ഷുഗർ ഹൈ കെഫീൻ കോളാസ് which is very bad for health, adine replace cheyan oru fizzy drink which is at least not harmful to health we drastically need oru need fill cheyanana namukku healthy aerated probiotic drink aayittulla kombuchane use cheyan pattunnu. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് അതിന് കൂടെ ആഡ് ചെയ്യാം. വാട്ട് എവർ വി ആർ യൂസ് ടു, നമുക്ക് ഏതൊക്കെ ടേസ്റ്റ് ആണോ നമ്മൾ കുടിച്ച് ശീലിച്ചിട്ടുള്ളത് അത് നമുക്ക് കൊമ്പൂച്ചയായി മാറ്റാം. So how did this name Malabar Kombucha come about? നമ്മള് മലബാറുകാരാണല്ലോ കോഴിക്കോട്ടുകാര്. അപ്പോൾ നമുക്ക് കൊമ്പുച്ച ഇസ് ഓൾറെഡി ഇറ്റ് ഇസ് ഒറിജിനേറ്റഡ് ഇൻ ചൈന. സോ വാട്ട് ആർ വി ആഡിങ്? വി ആർ ആഡിങ് മലബാർ ഫ്ലേവേഴ്സ് ഇൻ ടു ദാറ്റ് so that it also has an export potential. പുറത്തുള്ള ആൾക്കാർക്കൊക്കെ മലബാർ ഫ്ലേവേർഡ് കൊമ്പുച്ച they don't have, so we can give a മലബാർ ഫ്ലേവേർഡ് കൊമ്പുച്ച to them. ലൈക്ക് ടേമറിക് നമുക്ക് പ്രത്യേകിച്ച് ടേമറിക്കിന്റെ ഗുണങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ഫാറ്റ് മീഡിയം അല്ലെങ്കിൽ ആൽക്കഹോൾ മീഡിയം. ഇതൊരു ആൽക്കഹോൾ മീഡിയം ആയതുകൊണ്ട് നമ്മൾ ആയുർവേദത്തിനൊക്കെ അരിഷ്ടമാക്കുന്നത് പോലെ അതുപോലെയുള്ള ഒരു ഗുണവും കൂടി ഉണ്ട്. ടേമറിക്കിന്റെ കർക്യൂമിൻ ഒക്കെ നമുക്ക് ബയോ അബ്സോർബബിൾ ഫോമിൽ കൊമ്പുച്ചയിൽ കുടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ബോഡിക്ക് അബ്സോർബബിൾ ഫോമിലാക്കാൻ കൊമ്പുച്ചയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് നമുക്കൊരു സാധാരണ ഡ്രിങ്ക് പോലെ കുടിക്കുകയും ചെയ്യാം. അപ്പോൾ ആൽക്കഹോൾ മീഡിയം ആണെന്ന് പറഞ്ഞു. ബട്ട് ഈസ് കൊമ്പുച്ച ആൻ ആൽക്കഹോളിക് ഡ്രിങ്ക്? നോ, ഇറ്റ് ഈസ് നോട്ട് ആൻ ആൽക്കഹോളിക് ഡ്രിങ്ക്. കാരണം ഇതിന്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് ലെസ് ദാൻ 0.5% വരുള്ളൂ. നോൺ ആൽക്കഹോളിക് ബിവറേജ് ആണ്, ഫുഡ് ബിവറേജ് ആണ്. അങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് എല്ലാ കൺട്രീസിലും. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ആൽക്കഹോളിന്റെ പ്രശ്നങ്ങളൊന്നും കൊമ്പുച്ചയ്ക്ക് ഇല്ല. So we've come to where Malabar Kombucha is getting made. Apo Dr. Anu, can you show me behind the scenes? Of course, come. ഇതാണ് നമ്മുടെ എൻഡ് പ്രോഡക്റ്റ് കൊമ്പുച്ച. ഇറ്റ് ഇസ് റെഡി ടു ഡ്രിങ്ക്. ഇത് ഉണ്ടാക്കുന്നതിന്റെ സ്റ്റേജസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൊമ്പുച്ച ഫെർമെന്റ് ചെയ്യുന്ന ബാരൽ. ദിസ് ഇസ് ഹൗ വി കീപ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഫെർമെന്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് ടീ. അതിന്റെ മുകളിൽ കാണുകയാണെങ്കിൽ കൊമ്പുച്ച സ്കോബി എന്ന് പറയുന്നത് അതൊരു ബാക്ടീരിയ ഈസ്റ്റ് കൾച്ചറാണ്. Explain what this machine is. ഇത് ഞാൻ ബോട്ടിലിൽ നിന്ന് ഈ ലിവർ ഉണ്ടല്ലോ, ഇത് ബോട്ടിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് അതിന്റെ ക്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ക്യാപ്പ് സ്റ്റേസ്. അതിനുള്ള മെഷീനാണ്. So what is this? ഇതെന്റെ ഫ്രീസറാണ്, ഫ്രിഡ്ജ് ആൻഡ് ഫ്രീസർ ടുഗെദർ. ആക്ച്വലി ഫ്രീസർ ആവശ്യമില്ല, ഓൺലി ടു സ്റ്റോർ പൾപ്സിന് മാത്രമാണ് ഞാൻ ഫ്രീസർ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് മൈ ഫ്രിഡ്ജ് ഇസ് നോട്ട് ഇനഫ്. അതുകൊണ്ടാണ് ഞാൻ എന്റെ കൊമ്പുച്ച ഉണ്ടാക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ ഫ്രിഡ്ജിൽ. ഇതെന്താണ് ഫ്ലേവർ കൊമ്പുച്ചയുടെ? ഗ്രേപ്പ്. ഓക്കെ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗട്ട് ഫ്രണ്ട്ലി ഇസ് very good for you. Appo why is it important to have a healthy gut and how can kombucha help with it? ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സയന്റിഫിക് സ്റ്റഡി സേസ് ദാറ്റ് യു ആർ യുവർ മൈക്രോബയോം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗട്ടാണ് നമ്മുടെ ഈവൻ നമ്മുടെ മെന്റൽ ഹെൽത്ത് പോലും ഡിറ്റർമിൻ ചെയ്യാൻ ഗട്ട് ബാക്ടീരിയക്ക് പറ്റും. ഇറ്റ് ക്യാൻ ഇഫ് ദ ഗട്ട് ബാക്ടീരിയ ഇസ് നോട്ട് ഇൻ ദ റൈറ്റ് എമൗണ്ട് ഓർ ദ റൈറ്റ് കൈൻഡ് യു ക്യാൻ ഈവൻ ഹാവ് ഡിപ്രഷൻ. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി. സോ we know that the gut biome is that important. So you have to make sure that whatever precautions you may take, you have to have a healthy gut to be healthy. ഇതിനാണ് നമ്മൾ കൊമ്പുച്ച യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെൻ യു സേ പ്രോബയോട്ടിക് നമ്മുടെ തൈരിലുള്ള പോലെ ഹെൽത്തി ബാക്ടീരിയ
ഗട്ടിനുള്ളിൽ കൂടിയാൽ നാച്ചുറലി ഹാംഫുൾ ബാക്ടീരിയനെ സപ്രസ് ചെയ്യും. അപ്പോൾ യു ഷുഡ് ഹാവ് മോർ ഓഫ് ഹെൽത്തി ബാക്ടീരിയ. അതിനാണ് നമ്മൾ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. നമ്മൾ തൈര് കഴിക്കുക, നമ്മൾ എനി ഫെർമെന്റഡ് ഫുഡ്. അതുപോലെ തന്നെ തൈരിലുള്ള സെയിം ലാക്ടോബാസിലസ് സ്പീഷീസ് ആണ് നമുക്ക് കൊമ്പുച്ചയിലും ഉള്ളത്, ഈസ്റ്റ് ആൻഡ് സെവറൽ ബാക്ടീരിയൽ സ്പീഷീസ് which are very healthy. Kombucha is said to be one of the healthiest drinks out there. അപ്പോൾ ഈ കൊമ്പൂച്ച ഭയങ്കര നാച്ചുറൽ ഡ്രിങ്കും ആണെന്ന് പറയുന്നു. ഇതിനകത്ത് എന്തെങ്കിലും പ്രിസർവേറ്റീവ്സോ അഡിക്റ്റീവ്സോ ഉണ്ടോ? ഇല്ല, അതാണ് കൊമ്പുച്ചയുടെ പ്രത്യേകത. ദാറ്റ് ഇസ് വൈ യു കാൺ സെൽ കൊമ്പുച്ച വെരി ചീപ്പ് ഓൾസോ, ബിക്കോസ് യു ഹാവ് ടു ഹാവ് ഓൾ നാച്ചുറൽ കോമ്പൗണ്ട്സ് മാത്രമേ ഉള്ളൂ. സിന്തറ്റിക് അഡിക്റ്റീവ്സ് ഒന്നുമില്ല. നോ കളർ ഓർ നോ ഫ്ലേവർ ആർ ആഡഡ് ആർട്ടിഫിഷ്യലി. പിന്നെ എയറേഷൻ ഇസ് ഓൾസോ കമ്മിങ് ഫ്രം ദ ബാക്ടീരിയ. ഈസ്റ്റ് ആണ് ആ ഇതുണ്ടാവുന്നത്, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കുന്നതാണ് ആ എയറേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നത്തിങ് ആർട്ടിഫിഷ്യൽ ദർ, ഓൺലി നാച്ചുറൽ പ്രോസസ് ആണ്. Can you tell me your favorite flavor? Oh my god, that's a very difficult question. I like beetroot ginger combination. നോർമലി നമ്മൾ കോൾഡ് ഡ്രിങ്ക്സ് എപ്പോഴും സമ്മർ ആയിട്ടാണ് അസോസിയേറ്റ് ചെയ്യുക. കൊമ്പൂച്ച നമുക്ക് റെയിനി സീസണിൽ, ഇപ്പോൾ ഇവിടെ റെയിനി സീസൺ ആണ് കേരളയിൽ, കൺസ്യൂം ചെയ്യാൻ പറ്റുമോ റെയിനി സീസണിലും? യെസ്, കൊമ്പൂച്ച റെയിനി സീസണിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ്. ബിക്കോസ് വൺസ് യു ഹാവ് ദ കൊമ്പൂച്ച, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വാം ആവുകയാണ് ചെയ്യുക. ഓൺലി തിങ്, നിങ്ങൾക്ക് ത്രോട്ടൊക്കെ പ്രശ്നമുള്ള സമയമാണെങ്കിൽ ഓൺലി തിങ് ആ കൊമ്പൂച്ച വളരെ തണുപ്പിക്കാതെ നിങ്ങൾ കുടിക്കുമ്പോൾ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിൽ കൺസ്യൂം ചെയ്താൽ മതി. വാട്ട് ഈസ് നെക്സ്റ്റ് ഫോർ മലബാർ കൊമ്പൂച്ച? Actually, Malabar Kombucha just തുടങ്ങിയിട്ടുള്ളൂ. We are just taking baby steps. Once I get the permission from the university, I'll register it as an LLP and register it as a company and expand it. ഇപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രൊപ്രൈറ്റർഷിപ്പിലാണ് ഇപ്പോൾ അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇഫ് ഐ ഹാവ് ടു ബൈ മലബാർ കൊമ്പൂച്ച, ഞാൻ എവിടെ നിന്നാണ് മേടിക്കേണ്ടത്? I have a WhatsApp link. You can directly contact me over the WhatsApp link, or there is the Potafo app. അതിൽ ഞാൻ ചില എൻ്റെ ഓപ്പണിംഗ് ടൈം നോക്കിയിട്ട് യു ക്യാൻ ഓർഡർ ഓൺ പൊട്ടാറ്റോ ആപ്പ്. സൂൺ ഐ വിൽ ബി ഓൺ സ്വിഗ്ഗി ഓൾസോ. യു ക്യാൻ ഓർഡർ ഓൺ സ്വിഗ്ഗി ആസ് വെൽ. അപ്പോൾ ഇതാണ് അർത്ഥ. വി ആർ എ ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനി. ഫൈനാൻഷ്യൽ സർവീസ് പറയുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ്, ഇൻഷുറൻസ് സൊല്യൂഷൻസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെന്റ്സ് പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആകാം, ബോണ്ട് ആകാം, ഷെയർസ് ആകാം, ഡിജിറ്റൽ ഗോൾഡ് ആകാം, അങ്ങനെ പലതരം ഇൻവെസ്റ്റ്മെന്റ്സും, ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനത്തെ ഇൻഷുറൻസ് സൊല്യൂഷൻസ്. പിന്നെ ഒരാൾക്ക് വേണ്ട പാൻ കാർഡ് സർവീസസ്, അതുപോലെ ITR ഫയലിംഗ് അത്യാവശ്യം, പിന്നെ ഒരു സ്ഥാപനത്തിന് വേണ്ട TDS ഫയലിംഗ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇതൊക്കെ നമ്മൾ അർത്ഥയിൽ ചെയ്തു കൊടുക്കും. Uttara ma'am seems to be a hit on social media. Tell me about finance and you. So it is finance and you, also you for Uttara Ramakrishnan, because she is the face of the channel. നമ്മുടെ ഒബ്ജക്റ്റീവ് ചാനലിൻ്റെ എന്താണെന്ന് വെച്ചാൽ സിംപ്ലിഫൈ ചെയ്യാനാണ് പേഴ്സണൽ ഫൈനാൻസ്. ഫൈനാൻസ് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്, പക്ഷെ എല്ലാവർക്കും ഇച്ചിരി പേടിയുള്ളൊരു കാര്യവും കൂടെയാണ്. അപ്പോൾ പേഴ്സണൽ ഫൈനാൻസിൻ്റെ കുറേ കൺസെപ്റ്റ്സ്, ടേംസ് ഒക്കെ നമ്മൾ ഇങ്ങനെ അഡ്വർടൈസ്മെന്റ്സോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒരാൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ കേൾക്കുമ്പോൾ പേടിക്കാതെ എന്താണ് സംഭവം, എന്താണ് ആ പ്രോഡക്റ്റ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കത് സൂട്ടബിൾ ആണോ, ഇങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചാനൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഒരു ബേസിക് ഫൈനാൻഷ്യൽ ലിറ്ററസി, ഇപ്പം സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിൽ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇച്ചിരി പിന്നോട്ടാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ അതും കൂടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും കൂടിയിട്ടാണ് നമ്മൾ ഫൈനാൻസ് ആൻഡ് യു സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ വി ഹാവ് അറൌണ്ട് 2 lakh ഫോളോവേഴ്സ് അക്രോസ് ഓൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ദ ഫേസ് ഓഫ് ദ ചാനൽ ഉത്തര രാമകൃഷ്ണൻ ഇസ് ഒരു സെലിബ്രിറ്റിയാണ്. ട്രെയിനിലൊക്കെ പോകുമ്പോൾ പീപ്പിൾ ഡെഫിനറ്റ്ലി ആസ്ക് ഫോർ സെൽഫീസ് വിത്ത് ഹർ. ഐ റൺ ദ പേജ്, സോ ഐ fully work behind the scenes for finance and you. Anjali, tell me about your firm and what you do in your firm. At Artha, I head 2 departments. One is a marketing department, finance and you would have seen. I take care of the branding part of our firm as well. പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ നോക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്. അറ്റ് അർത്ത നമുക്ക് 2 ഡയറക്റ്റ് ഓഫീസസിലുമായിട്ട് വി ഹാവ് 46 എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഫേമിൻ്റെ സ്ട്രെങ്ത് ആണ് നമ്മുടെ എംപ്ലോയീസ്. ആൻഡ് സിൻസ് ദേ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ദെയർ ടൈം കണ്ടിന്യൂസ്
at office. It is my duty to ensure that they are comfortable. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. We do trainings, recreational activities. Every quarter, Artha has an internal event, tours. ഇതൊക്കെ fun side of the business I take care of. So HR എന്ന് പറയുമ്പോൾ we are very closely associated with the Labour Department. അപ്പോൾ for last year we won CM's Excellence Award for Best Labour Practices and Workplace Governance. It was a very happy occasion for us. നമ്മൾ കേരളത്തിലെ 13 firms from different categories ആണ് അവാർഡ് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റ് വൈഡ്, ആൻഡ് we won in the finance sector. So നമ്മളെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുപോലെ എന്താ പറയുക, നമ്മൾ ICC പോലെയുള്ള ഗവൺമെന്റ് we comply with lot of rules and regulations as well. So അതിനുള്ളൊരു റെക്കഗ്നീഷൻ ആയിരുന്നു കിട്ടിയത്. അപ്പൊ അഞ്ജലി, ഞാൻ ചോദിക്കട്ടെ, ആസ് എ പേഴ്സൺ, ഇപ്പൊ നമ്മൾ ഒരു സേ മീ I'm coming to you for a financial consultation, or say a person with a salary job is coming to you for a financial consultation. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുക? ലൈക്ക് എത്ര കൊല്ലായി അവർ ജോലിയിൽ കയറിയിട്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലിയിൽ കയറിയ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഹൗ ഡു യു അഡ്വൈസ്? So our consultations, the consultations will be with Uttara Ramakrishnan. I'll tell you how it works. നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നമ്മൾ അവരെ കൊണ്ട് ഞങ്ങളുടെ ഒരു ക്വസ്റ്റനെയർ ഉണ്ട്, ആ ക്വസ്റ്റനെയർ ഫില്ല് ചെയ്യിപ്പിക്കും. എന്താണ് ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമ്മളത് ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മൾ എവിടെയാണ് എന്നുള്ള ഒരു ആ സെൻസ് നമുക്ക് തന്നെ കിട്ടുക. അപ്പോൾ ആ ക്വസ്റ്റനെയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് യു ഷെയർ വിത്ത് അസ് വിൽ ബി കോൺഫിഡൻഷ്യൽ. ക്വസ്റ്റനെയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു സൂം സെഷൻ ഷെഡ്യൂൾ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി ഓഫീസിൽ വന്ന് കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ അതും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ ഒരു 30 to 45 minutes ലോങ് കൺസൾട്ടേഷൻ ആയിരിക്കും. അതിൽ നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ചെയ്യാനുണ്ടോ, നിങ്ങൾ സഫീഷ്യൻ്റ്ലി ഇൻഷുർഡ് ആണോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മളൊരു ഗൈഡൻസ് തരും, നമ്മളൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് തരും. നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ കുറച്ച് കാലത്തേക്ക് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ്, ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഇങ്ങനെ പ്ലാൻ നമ്മൾ ചെയ്തും കൊടുക്കും, കൂടാതെ നമ്മൾ ആ പ്ലാൻസ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനും കൊടുക്കും. സോ നമ്മൾ ഈ പേഴ്സണൽ 1-on-1 ഫൈനാൻഷ്യൽ കൺസൾട്ടേഷനിൽ കൂടെ വാട്ട് വി ഹോപ്പ് യു ഗെറ്റ് ഇസ് ക്ലാരിറ്റി. അപ്പോൾ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയാൽ തന്നെ കുറേ കാര്യങ്ങളിൽ നമുക്ക് എളുപ്പത്തിൽ തീരുമാനം എടുക്കാൻ പറ്റും. ബിക്കോസ് പേഴ്സണൽ ഫൈനാൻസ് ഇസ് വെരി പേഴ്സണൽ. ഒരാൾക്ക് ചെയ്യുന്ന പ്ലാനോ പ്രോഡക്ട്സോ ആയിരിക്കില്ല മറ്റൊരാൾക്ക് സൂട്ട് ചെയ്യുക. സോ ദ കൺസൾട്ടേഷൻ ആസ് ഇറ്റ് ഇസ് വെരി കസ്റ്റമൈസ്ഡ്, വെരി പേഴ്സണലൈസ്ഡ് ഫോർ യു, ആൻഡ് വി ഹോപ്പ് ദാറ്റ് യു ഗെറ്റ് ദ ക്ലാരിറ്റി ടു എന്താണ് ഇനി വേണ്ടത് എന്നുള്ള അടുത്ത തീരുമാനം എടുക്കാനുള്ള ക്ലാരിറ്റി. അപ്പോൾ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വി വിൽ ബി ദയർ വിത്ത് യു. ഒരു ഹാൻഡ് ഹോൾഡിംഗ് തന്നെ ആയിരിക്കും ഫോർ യുവർ പേഴ്സണൽ ഫൈനാൻസ്. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, ഇപ്പോൾ അങ്ങനെ ഒരു കൺസൾട്ടേഷന് ഹൗ എക്സ്പെൻസീവ് ഇറ്റ് ഇസ്? കൺസൾട്ടേഷന് നമ്മൾ ചാർജ് ചെയ്യുന്നത് 900 rupees ആണ്. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അത് ആക്സസിബിൾ ആയിരിക്കണം ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടേഷൻ. കാരണം പേഴ്സണൽ ഫൈനാൻസ് നമ്മുടെ തന്നെ ഫൈനാൻസ് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറേ തലവേദനകൾ ഒഴിവാകും അല്ലേ. കുറേ ഫാമിലീസിൽ വളരെ ടെൻഷനും സ്ട്രെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അപ്പം കുറേ ഫാമിലിയിൽ പൈസ വരുന്നുണ്ട് പോകുന്നുണ്ട്, പക്ഷെ എവിടെ പോയി എന്നറിയില്ല. ചിലപ്പോൾ ഈ ഓൺട്രപ്രനേഴ്സിന് തന്നെ നമ്മുടെ ബിസിനസ് ഫൈനാൻസും പേഴ്സണൽ ഫൈനാൻസും ഒക്കെ ടൈഡപ്പ് ആയിരിക്കും അല്ലേ. അപ്പം ഇങ്ങനെ കുറേ നൂലാമാലകൾ ഫൈനാൻസിൻ്റെ കാര്യത്തിലുള്ളതുകൊണ്ട് എല്ലാവരും ഒരു കൺസൾട്ടേഷൻ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ അഗെയിൻ ക്ലാരിറ്റി തന്നെ പറയുകയാണ്, ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. സോ യുവർ ലൈഫ് ഇസ് മച്ച് ഈസിയർ ടു മൂവ് ഫോർവേഡ് ഫ്രം ദർ. ഇതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും ആശകളും മാറുന്നതിനനുസരിച്ചിട്ട് എല്ലാ റിവ്യൂ കൺസൾട്ടേഷൻസും നമ്മൾ ചെയ്തു കൊടുക്കും.